ഇനി മറ്റു ചില വാർത്തകളിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള CPIM-ന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. ഉടുമ്പൻചോലയിൽ MM മണിയും തൃപ്പൂണിത്തുറയിലെ സ്വരാജും മത്സരിക്കില്ല. ജില്ലാ കമ്മിറ്റികൾ നൽകിയ പട്ടിക സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുത്തി. സ്വരാജും തോമസ് ഐസക്കും അടക്കമുള്ളവർ മത്സരിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും. കഴിഞ്ഞ തവണ 38,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് ജയിച്ച ഉടുമ്പൻചോലയിൽ സിറ്റിംഗ് MLA MM മണിയുടെ പേര് മാത്രമാണ് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ മണിയെ ഒഴിവാക്കി KK ജയചന്ദ്രന്റെ പേരുൾപ്പെടുത്തിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരിച്ചയച്ചത്. മുൻ MLA-യും ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന ജയചന്ദ്രൻ നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. സുരക്ഷിത മണ്ഡലം എന്ന നിലയ്ക്ക് ഉടുമ്പൻചോലയിൽ 2 ടേം വ്യവസ്ഥ നടപ്പാക്കാനാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. 80 വയസ്സ് പിന്നിട്ട MM മണിക്ക് മത്സരിക്കാൻ ഇളവ് നൽകേണ്ടെന്നും സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു. CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കും. തൃപ്പൂണിത്തുറയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ സ്വരാജിനെ മത്സരിപ്പിക്കാനായിരുന്നു എറണാകുളം ജില്ലാ നേതൃത്വത്തിന് താൽപര്യം. ഇതും സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചില്ല. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാനാണ് നിർദ്ദേശം. വൈപ്പിനിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MB ഷൈനി സ്ഥാനാർത്ഥിയാകും. എറണാകുളത്തും തൃക്കാക്കരയിലും പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടുള്ള നിർദ്ദേശം. നാളെ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാകും. മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് M സ്വരാജ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. എങ്കിലും സ്വരാജ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കും മത്സരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.